Hello, good morning. Good morning again. So we'll see today we'll see about the practical questions which are in our lab cycles. So this is the lab manual. Okay, and this is the first question. Program to demonstrate use of constructors to initialize values to member variables in a class and to display them. അപ്പോൾ ഒരു ക്ലാസ്സിന് 3 വേരിയബിൾസ് ഉണ്ട്, എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം ആൻഡ് സാലറി. ഈ 3 വേരിയബിൾസിലേക്കും യൂസ് കീബോർഡിൽ നിന്ന് വാങ്ങിക്കാനില്ല, ഇനീഷ്യലൈസ് വാല്യൂസ് യൂസിങ് എ കൺസ്ട്രക്ടർ. ഒരു കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അതിനകത്ത് വി ആർ ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ് എംപ്ലോയി 1 എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് 3 വാല്യൂസ് പാസ് ചെയ്തു. സോ ദീസ് വാല്യൂസ് വിൽ ബി obtained in the variables a, b and c, and we are storing the values to class members. അപ്പോൾ ക്ലാസ് മെമ്പേഴ്സിനകത്ത് വാല്യൂസ് വന്നു. അതിനുശേഷം വി ആർ കോളിംഗ് ഈവൻ ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ ഈ വാല്യൂസ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി ആർന്ന് വന്നിട്ട് എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, സാലറി പ്രിൻ്റ് ചെയ്തു. ഇത് കീബോർഡിനകത്ത് വാങ്ങിക്കുകയല്ല, ഇനീഷ്യലൈസിങ് വാല്യൂസ് യൂസിങ് എ കൺസ്ട്രക്ടർ. നമുക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. രണ്ട് ബ്രാക്കറ്റ്സ് ബാക്കിയുണ്ട്. ഓക്കെ, കോപ്പി. I will take one. Paste. രണ്ട് ബ്രാക്കറ്റ്സ് ബാക്കിയുണ്ടായിരുന്നു. So the program name is employee 1. So file save as. We will create a folder also. In home we will create a folder as test. Exist. So we can create a folder in different name. Test1. Okay, so in test1 I am saving the file as employee1.java. Okay, then take a terminal, change to test1 folder. There we have only one file called employee1.java. Compile this java c employee1.java. Errors are there. Okay, something happened while copying. We'll try look what it is. Okay, okay. Clear. Java C employee1.java. Okay, Java employee1. Okay, so we have the values. This 1 Arun Kumar 10,000. So we have passed the values through a constructor. Okay, this was the program. Employee 1
we have three variables, we have one constructor and one function. അപ്പോൾ ഇതിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്ത് we are passing the values 1 Arun Kumar etc. So if you need space between printing, we can give space also. Save, again compile, execute. Okay, so the details of employee are 1 Arun Kumar 10,000. Now we will move on to the second question. So the question is program to demonstrate the use of command line arguments to initialize values to member variables in a class and to display them. അതായത് ക്ലാസ് നമ്പർ, നെയിം, ഇംഗ്ലീഷ് മാർക്ക്, മാത്സ് മാർക്ക്, ടോട്ടൽ മാർക്ക്, ഇത്രയും വേരിയബിൾസ് ഉള്ളൊരു ക്ലാസ്സാണ്. ഈ ക്ലാസ്സിലേക്ക് കമാൻഡ് ലൈൻ വഴി വാല്യൂസ് കൊടുക്കണം. അതായത് റൺ ചെയ്യുമ്പോൾ വാല്യൂസ് പാസ് ചെയ്യണം. ത്രൂ കമാൻഡ് ലൈൻ വി ഹാവ് ടു ലൈക്ക് ദിസ് ജാവ എന്ന് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്പേസ് ഇട്ടിട്ട് വാല്യൂസ് പാസ് ചെയ്യണം. സോ ഇനീഷ്യലൈസിങ് വാല്യൂസ് യൂസിങ് കമാൻഡ് ലൈൻ, അപ്പോഴും കീബോർഡ് വഴിയല്ല. വി ക്യാൻ സി വി ക്യാൻ കോപ്പി ദിസ് ആൻഡ് ട്രൈ ടു എക്സിക്യൂട്ട്. Okay, the program name is student 2. Okay. Student 2.java. ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്, അതായത് മെയിൻ ഫംഗ്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്യണം. സ്ട്രിങ് ARGS. അപ്പോൾ ARGS എന്ന അറേക്കകത്തേക്കാണ് വാല്യൂസ് പാസ് ആയി വരിക. ARGS എന്ന അറേക്കകത്തേക്കാണ് വാല്യൂസ് പാസ്സായി വരിക. അപ്പോൾ ഇതിനകത്ത് ARGS ഡോട്ട് ലെങ്ത് 3 മുകളിലാണെങ്കിൽ 4 ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം okay we have to okay. അപ്പോൾ 3 ആർഗ്യുമെന്റ്സ് 0 1 2 3 0 1 2 3 മീൻസ് 4 ആർഗ്യുമെന്റ്സ്. അപ്പോൾ 4 ആർഗ്യുമെന്റ്സ് മോളിൽ വേണം, 5 ആർഗ്യുമെന്റ്സ് വേണം. കാരണം ക്ലാസ് നമ്പർ, സ്റ്റുഡൻറ് നെയിം, ഇംഗ്ലീഷ് മാർക്ക്, മാത്സ് മാർക്ക്, ടോട്ടൽ മാർക്ക് 5 ആർഗ്യുമെന്റ്സ് വേണം. രണ്ടാമത്തെ സ്ട്രിങ്ങും ബാക്കിയെല്ലാം നമ്പേഴ്സ് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഡിസ്പ്ലേ ചെയ്യുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രം ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ഈ മെസ്സേജ് വരിക. ഓക്കെ, so Java C student2.java. okay, Java student 2. ഞാനിപ്പോൾ ആർഗ്യുമെന്റ്സ് കൊടുക്കാതെ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു റീ എക്സിക്യൂട്ട് ബൈ പ്രൊവൈഡിങ് 4 ആർഗ്യുമെന്റ്സ്. അതായത് ആർഗ്സ് ഡോട്ട് ലെങ്ത് നോക്കിയിട്ട് ആ ലെങ്ത് എന്താണ്, ലെങ്ത് 4 ആർഗ്യുമെന്റ്സ് ഇല്ല, 5 ആർഗ്യുമെന്റ്സ് ഇല്ലെങ്കിൽ 5 ആർഗ്യുമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് എന്ത് പറഞ്ഞു, റീ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആർഗ്യുമെന്റ്സ് കറക്റ്റ് കൊടുക്കാം. ജാവ സ്റ്റുഡൻറ് 2 ക്ലാസ് നമ്പർ 1 നെയിം ഒരെണ്ണം കൊടുത്തു, മാർക്ക് കൊടുത്തു 10 20 30 5 ആർഗ്യുമെന്റ്സ് കൊടുത്തു. അപ്പോൾ ഡീറ്റെയിൽസ് ആ 1 Sijin and 1. അതിപ്പോൾ സ്പേസ് കൊടുക്കാതെ സ്പേസ് വന്നില്ല. യു ക്യാൻ ഗീവ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദിസ് ഫോർ പ്രിന്റിങ്. ഓക്കെ,
Java C, compile, execute. Okay. അപ്പോൾ ഇത് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നു എങ്ങനെയാണ്? ത്രൂ കമാൻഡ് ലൈൻ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ അറേക്കകത്തേക്ക് വാല്യൂസ് വരാൻ പാകത്തിന് we are passing the arguments through command line. Then we are accepting this, we are converting the arguments appropriately and is passed to constructor. Okay. And now the question, I accept arguments through command line and execute. Okay. Now we will go for the third program. Third program is to demonstrate keyboard reading method to initialize values to 10 objects. 10 ഒബ്ജക്റ്റിലേക്ക് വാല്യൂസ് വാങ്ങിക്കാം. അതായത് യൂസിങ് കീബോർഡ് റീഡിംഗ് ആണ്. സോ വി ക്യാൻ സി ഹൗ ടു റീഡ് ഡാറ്റ ഫ്രം കീബോർഡ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് java.io.star. ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ഈ പാക്കേജിനകത്ത് ക്ലാസ് student3, program name is class name is student3, അതിനകത്ത് ക്ലാസ് നമ്പർ, സ്റ്റുഡൻറ് നെയിം, മാർക്സ്, അങ്ങനെ 3 വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു. അക്സെപ്റ്റ് ഫംഗ്ഷനകത്തതുപോലെ ഈ വാല്യൂസ് അവിടെ നിന്ന് പാസ് ചെയ്യുമ്പോൾ വാല്യൂസ് വാങ്ങി വെച്ചു. നോക്കാം. അതായത് യു ക്യാൻ സി ഹൗ ദ ലോജിക് വർക്ക്സ്. മെയിൻ ഫംഗ്ഷൻ ആകുന്നതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്ത് ഇത് ടെമ്പററി വേരിയബിൾസ് ആണ്. ഇതാണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് student3 ആണ് ക്ലാസിൻ്റെ പേര്. സോ ഇൻ ജാവ array declaration is like this. student3 object name is s, opening closing bracket equal to new student. അവിടെയാണ് സൈസ് കൊടുക്കുക. ഓക്കെ. while allocating memory we are specifying the size. ഇത് നോക്കുക എന്താ പറഞ്ഞിരിക്കുന്നത്, we are using streams for reading. അപ്പോൾ 10 പേരുടെ പേര്, ക്ലാസ് നമ്പറും പേരും മാർക്കും എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആൻഡ് വി ആർ യൂസിങ് 2 സ്ട്രീംസ് കോൾഡ് ഇൻപുട്ട് സ്ട്രീം റീഡർ ആൻഡ് ബഫേർഡ് റീഡർ. ഇതിനകത്ത് system.in എന്നാണ് ഇതിൻ്റെ ആർഗ്യുമെന്റ്. ഇൻപുട്ട് സ്ട്രീം റീഡർ I1 is equal to new input stream reader system.in. This indicates default input output device, that is keyboard. അത് ബഫർ ചെയ്യുന്നു. എന്നിട്ട് I1.readLine. I1 is the input stream, buffering is B. So B.readLine, this is the line for accepting value from keyboard. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അത് കിട്ടുന്നത് we are getting it as a string ആയിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നോക്കുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, A1 is equal to കീബോർഡിൽ കിട്ടിയ വാല്യൂവിനെ നമ്പറാക്കി മാറ്റിയിട്ട് A1 സ്റ്റോർ ചെയ്തു. B1 സ്ട്രിങ് ആയതുകൊണ്ട് അത് നേരെ റീഡ് ചെയ്തു. C1 എന്നുള്ളത് നമ്പർ ആയതുകൊണ്ട്, ക്ലാസ് നമ്പർ നെയിം മാർക്സ് ആണ്, നമ്പർ ആയതുകൊണ്ട് B.readLine വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും അത് കൺവേർട്ട് ചെയ്തിട്ട് ആഫ്റ്റർ റീഡിങ് readLine is for accepting. ബഫേർഡ് ഒബ്ജക്റ്റ് വെച്ച് readLine ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് C1 വെച്ചു. അപ്പോൾ 3 വേരിയബിൾസ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എസ് ഓഫ് ഓരോന്നും നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. S of 0 is equal to new student. ഒന്നാമത്തെ നമ്പർ അലോക്കേറ്റ് ചെയ്തു. അതിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്തു. ഇതെല്ലാം ഈ റീഡിങ് ചെയ്യുമ്പോൾ we need to handle exceptions. അത് കമ്പൽസറി ആയതുകൊണ്ട് we are using stream, so we have handled exceptions. ട്രൈ ക്യാച്ചിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പിന്നെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ. അപ്പോൾ it can be keyboard reading can be either done by streams or by using scanner class. വേറെ ക്ലാസ് ഉണ്ട് called scanner class. ഇതിനകത്ത് ഇൻപുട്ട് സ്ട്രീം റീഡർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, you can use scanner class also. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കീബോർഡിനകത്ത് റീഡ് ചെയ്യുക. 2 ലൈൻസ് ആദ്യം കൊടുക്കണം, ഇൻപുട്ട് സ്ട്രീം റീഡറും ബഫറും കൊടുക്കണം. അത് കഴിഞ്ഞ് B.readLine എന്ന് പറയുമ്പോൾ you can accept a combination of characters. അത് നമ്പർ ആക്കി മാറ്റണമെങ്കിൽ നമ്പറാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, we have to convert this using integer.parsing. അപ്പോൾ readLine വെച്ച് വാങ്ങിച്ച സ്ട്രിങ്ങിനെ നമ്പറാക്കി മാറ്റിയിട്ട് A1 സ്റ്റോർ ചെയ്തു. A1 is a integer.
അതുപോലെ C1 ഇൻഡിജറാണ്. അതാണ് പ്രോഗ്രാം ലോജിക്. So this is the logic of reading from keyboard. So we need either streams or we can use the class called scanner for reading from the keyboard. Copy paste here. So the class name is student 3. Okay. So I am saving in the name of student3.java. Compile this. Java student 3. So we need to give the details of 10 students. So we have an exception, that is we need to give read line. Read line means it is reading a string, and so we need to give it one by one. Okay, 1 A 12, 2 BB 13, 3 45, 4 6 5 8 6 2 7 8 and 8 12 9 56 10 34. So we have the output. It is stored in 10 objects and is displayed. Okay. So this is how we read values to variables using this syntax: input, stream reader, and buffering, then read line, then convert it correspondingly. If you are going to use float numbers, then you can use float dot parse float. For converting string to float, you can use float dot parse float. So this was the third question. Now we will see the fourth one. Okay, so this is a program to demonstrate keyboard reading method to initialize values to 10 objects and to perform some operation on them. Okay. Example to read details of students and to display details of maximum marks course. Okay. So this program will find the student who got maximum marks. Okay. Again we are importing the package i.star. We have 3 variables: class number, name, and marks. Okay, and I am using this syntax for finding out this largest scorer. Again I am using this keyboard reading method. Convert this to corresponding types and store. Okay. Now we have the logic. For I is equal to 1, I less than 10, I plus plus, S1 is equal to S1 dot compare SI. So S1 is an object used for storing the details of the highest mark student. Then we are using the compare function. Compare function accepts parameter of student 4
and it compares and returns the object of the object which have the highest marks. നമുക്കറിയാം സെയിം ലോജിക്കിനാണ് അവരിപ്പോൾ യൂസ് ചെയ്യാറ്. ഒബ്ജക്റ്റ് പാസിംഗ് ലോജിക്കാണ്. We'll try to execute this. Okay, Control C. Control V. File save as student4.java. Compile. Errors. Unclosed string literal. Line number 26. Okay, this is error. Okay. Okay, here we can use either data input stream or you can use the combination of this. Both works. Or we can use scanner. Okay. Data input stream is also used for reading data directly. So there is no need to give two lines for that. You can directly use data input stream D1. Okay, so execute Java student4. Need to enter the 10 students details. 1, 12, 12, 2, 34, 3, 11, 4, 78, 5, 90, repeat again 90, 6, again name, give number, 7, name, number, 8, name, number, 9, name, marks, 10, name, marks. Okay, so the details are like this, and the total is 90. Okay, here we have given it along with that string, that's why it has taken it as name. Okay, so the highest marks is 90 and the details are shown. So this is passing object as arguments to functions. Now we will see the next question, that is question number 5. Program to familiarize method overloading by defining two or more functions having same name. നമുക്ക് അറിയാവുന്നതാണ്, സെയിം പേരിലുള്ള മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ആണ്, ആർഗ്യുമെന്റ് മാത്രം മാറ്റം വരും. So accept one parameter to find area of circle, 2 to find rectangle, 3 to find area of triangle. ഇതിനകത്ത് നോക്കതേ I have imported a package called java.util.star. അപ്പോൾ util എന്ന പാക്കേജാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഏരിയ എന്ന പേരിലൊരു ഫംഗ്ഷൻ ഉണ്ട്, വേറൊരു ഫംഗ്ഷൻ സെയിം പേരിലുണ്ട് പക്ഷേ 2 പാരാമീറ്റർ ഉണ്ട്, വീണ്ടും വേറൊരു ഫംഗ്ഷൻ ഉണ്ട് സെയിം പേരിൽ പക്ഷേ 3 പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ 3 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നോക്കുക, ഐ ആം യൂസിങ് ദിസ് തിങ് ടു സ്കാനർ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഐ ഹാവ് ഇമ്പോർട്ടഡ് പാക്കേജ് java.util.star. അപ്പോൾ സ്ട്രീംസ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ യു ഹാവ് ടു ഇമ്പോർട്ട് io.star. If you are using scanner, then you have to import util.star.
ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സെയിം തന്നെയാണ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി എന്നിട്ട് s2 ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് എന്ന് കോൾ ചെയ്യുമ്പോൾ അടുത്ത ഇൻറ്റിജർ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഐ ക്യാൻ റീഡ് ദി നെക്സ്റ്റ് ഫ്ലോട്ട്. നെക്സ്റ്റ് സ്ട്രിങ് ആണെങ്കിൽ ഐ ക്യാൻ റീഡ് നെക്സ്റ്റ് സ്ട്രിങ്. So this is the key. This is the function for reading the value from keyboard. You can simply create object of scanner. Then you can use s2 dot next int. So there is no need to convert there, since we are anticipating this as integer. So the thing is that you have to give integer at that time. Corresponding സമയത്ത് ഈ ഫോട്ടോ കൊടുത്തോളാം. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോട്ടിന് ഇതെല്ലാം കണ്ടു. And this is for stopping the program. System.exit0 is for stopping the program. So the program name is overload. Okay. C paste. File save as overload.java. Try to compile. Clear. Java C overload.java. Okay, errors we have to line number 7, 8, etc. Okay, here we have to Java overload. So we have the menu here. Choose please. Choice 1. Radius 3. It is shown there. It is shown here. Area of circle having radius is this much. Then choice 2nd. Area of triangle, length and breadth. Okay. It has shown the area. Now give the choice for triangle 12, 13, 14. So we have the area of triangle here, and 4 is for exit. Okay. So a choice based something, choice based thing for menu based. So this is repeated, and the choice for or the default. We have 3 choices. Other option will give 4 or other will stop the program. That is system.exit0. Okay. So we have seen 5 programs, and all are simple programs, and try to understand this. Okay. The remaining I will be showing in the next video. Thank you.